ഹായ് ഹലോ ഇറ്റ്സ് മീ റസീന. വീക്കിലി സൺഡേ മാത്രമാണ് നമുക്ക് ലീവ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സാറ്റർഡേ ഫ്രൈഡേ ഒക്കെയുള്ള ചിന്ത സൺഡേ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ സൺഡേ എങ്ങനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് എൻഗേജ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. ഈ വരുന്ന സൺഡേ എനിക്ക് കിട്ടിയ പ്രോഗ്രാം എന്ന് പറഞ്ഞത് ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്യൂരിയോസിറ്റിയോട് കൂടി ഞാൻ വാച്ച് ചെയ്ത അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിലുമുള്ള ഡെഫായിട്ടുള്ള ആളുകളുടെ ഒരു സംഘമായിരുന്നു. ഡെഫായിട്ടുള്ള ആളുകളും അവരുടെ പേരൻസും കൂടെ അവിടെ മീറ്റ് ചെയ്തിട്ട് അവരുടെ ഒരു മാരേജ് മീറ്റ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് കിട്ടിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ആങ്കറിങ് ആയിരുന്നു. സീരിയസ്ലി ഞാൻ ആ പരിപാടി വന്നപ്പം നമുക്ക് പരിചയമില്ലാത്തൊരു മേഖല ആയതുകൊണ്ട് എന്താണ് അവിടെ എങ്ങനെയാണ് പ്രോഗ്രാമൊക്കെ എന്നറിയാത്തത് കൊണ്ട് ഞാനൊന്ന് മടിച്ചു. പക്ഷേ ഡെഫിനറ്റ്ലി എനിക്ക് പോയിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു. കാരണം ലൈഫിൽ ഞാൻ ഇതുവരെ ഒരു പ്രോഗ്രാം ഇതുപോലത്തെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടില്ല. പരിപാടിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണർ ആയിട്ടുള്ള ബാബുരാജ് സാറ്, അതുപോലെ MLA ആയിട്ടുള്ള ഉബൈദുള്ള സാറ്. ഞാനിങ്ങനെയുള്ളൊരു പരിപാടിയുടെ വർക്ക് ഫസ്റ്റ് ആയിട്ടാണ് ഏറ്റെടുക്കുന്നത്. അപ്പം എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും കണ്ട് പലരും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ ചോദിക്കുകയുണ്ടായി, ഫസ്റ്റ് ആണല്ലേ ഇങ്ങനെയൊരു പരിപാടി എന്ന്. ഏകദേശം കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നും ഒരുപാട് ദൂരെ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു നമ്മുടെ ഈ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പാരൻസ് ആണെങ്കിലും മക്കളാണെങ്കിലും അവരുടെ ലൈഫിനൊരു നല്ല പാർട്ട്ണറെ കിട്ടും എന്നുള്ള ആ ഒരൊറ്റ ഹോപ്പിൻ്റെ പുറത്താണ് ഇത്രയും ദൂരം അവർ വന്നിട്ടുള്ളത്. പിന്നെ എനിക്കുണ്ടായ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഞാൻ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയാണ് സ്പെഷ്യലൈസ് ചെയ്തത്. ഇതുവരെ എനിക്ക് ഫുള്ളി ഡെഫും ബ്ലൈൻഡും ആയിട്ടുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന ആൾ സിൻഷ. ആൾ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുള്ള ആളാണ്. ആൾ വഴി എനിക്ക് ടാക്ടൈൽ അച്ഛൻ്റെ സഹായത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. ആഫ്റ്റർനൂൺ അവിടെ ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ഇറങ്ങിയ സമയത്ത് കണ്ടത് ഇതുപോലെ പാരൻസ് വഴി സംസാരിച്ച് ഓൾമോസ്റ്റ് കല്യാണത്തിലേക്ക് എത്തി നിൽക്കുന്ന രണ്ടുപേരെയാണ്. എന്തോ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്ന ഒരുപാട് പേര്. അപ്പം ഇതുവഴി ഒരുപാട് പേർക്ക് നല്ല പുതിയ ജീവിതങ്ങൾ തുടങ്ങാൻ സാധിക്കും.